ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇന്ന് തൊട്ട് 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓണമാണ് കേരളത്തിൽ. അപ്പോൾ ഇന്നാണ് അത്തം. ഇന്ന് തൊട്ട് 10 ദിവസം നമ്മളെല്ലാവരും വീട്ടിൽ പൂക്കളിടും, ആഘോഷങ്ങളായിരിക്കും. സോ എനിക്കും അത് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഒരു 10 ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. സോ അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് തന്നെ എണീറ്റിട്ട് മുറ്റൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് പൂക്കളിടണം. ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സോ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു ബഹളമാണ്. കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേഗം പൂക്കളിടാൻ പോകണം. ഒരു കുഞ്ഞു പൂക്കളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പൂക്കളിട്ടിട്ട് വരാം. എങ്ങനെയോ ഈ പൂക്കൾ ഇട്ട് തീർത്തേ. കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന്. ലാസ്റ്റ് അമ്മ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാനും ലേറ്റായി, അമ്മയും ലേറ്റായി. ഞാൻ 9:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്, ഞാനും അമ്മയും കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറി കോളേജിലേക്ക് പോയി. അങ്ങനെ കോളേജ് എത്തി. ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്നു. എവിടെ ഞാൻ ചെന്ന് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇന്നലെ ഇട്ട മൈലാഞ്ചിയുടെ ഭംഗിയൊക്കെ നോക്കിയിരുന്നു എല്ലാവരും കൂടി. പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി പരിപാടികളായിരുന്നു ഫ്രഷേഴ്സ് ഡേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബാക്കി രണ്ടാമത്തെ കൈയും കൂടി അവളെ കൊണ്ട് ഇടിപ്പിച്ചു, മൈലാഞ്ചി വാങ്ങിപ്പിച്ചിട്ട്. അങ്ങനെ പിന്നെ ടീച്ചർമാരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. നൈസ് പരിപാടീസ് ആയിരുന്നു എല്ലാം. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു DJ വന്നിരുന്നത്. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞു. അടിപൊളി DJ ആയിരുന്നു. അത് ലൂമിനസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള DJക്കാരാണ് വന്നിരുന്നത്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ചെവിയുടെ ഉള്ളിലൊക്കെ അതല്ലേ, ചെവിയുടെ ഉള്ളിലൊക്കെ എന്തോ മൂളാണ്. സോ നല്ലൊരു പരിപാടിയായിരുന്നു ഇന്ന്. ഇവിടെ പ്രത്യേകം വ്ലോഗിൽ കയറ്റണം എന്ന് വന്നിരിക്കുന്നതാണ്. കുളിച്ച് വരാണ് ഗായ്സ്. ബൈ. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡോക്ടറെ അടുത്താണ് പോയത്. പല്ല് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. മതിലകത്താണ് പോയത്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായതുകൊണ്ട് എസ്മരത്തുള്ള സ്കോട്ടിൽ കയറിയിട്ട് ഒരു ചിക്കൻ റാപ്പും ജിലേബിയും വാങ്ങിച്ചു. സമാധാനം. കാരണം ഇന്ന് ഞാൻ കുറേ ടയേർഡായി. കാരണം DJ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അങ്ങനെ നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ വേഗം 4 മണി ആവണതിന് മുന്നേ ഇറങ്ങി. അതുകൊണ്ട് വേഗം വീട്ടിലെത്തി. അല്ലെങ്കിൽ ഇപ്പോഴും എത്തത്തില്ലായിരുന്നു. അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 4 മണി വരെയെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ചും കൂടി ടൈം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് പണികളുണ്ട്, അതും കൂടി ചെയ്യണം. ഇനിയുള്ള പണി അടുക്കളയിൽ പോയിട്ട് കുറച്ച് പാത്രം കഴുകി വയ്ക്കാണ്ട് അമ്മ വരുമ്പോഴേക്കും അതൊന്ന് ചെയ്ത് വെക്കണം. പിന്നെ ഒന്ന് അടിച്ച് വാരിയിടണം. കുഞ്ഞു കുഞ്ഞു പണികളേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് വരും. പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും അമ്മ വന്നു. പിന്നെ ഞാനും അമ്മയും കൂടി ഇന്നത്തെ കഥയൊക്കെ ഇരുന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. നാളെ ഇനി കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഹെയറൊക്കെ സെറ്റ് ചെയ്യണം. ഇന്ന് ഹെയർ ഞാൻ വാഷ് ചെയ്തു. അതുകൊണ്ട് കാലത്ത് ഇന്ന് രസമുണ്ടായിരുന്നില്ല. കാരണം ഫുള്ളിങ്ങനെ ഒട്ടിക്കെടുക്കായിരുന്നു വെള്ളമായിട്ട്, വെള്ളം ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഈരി സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസൊക്കെ ഒന്ന് ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ടില്ല. ഇനിയും ടൈം വൈകി അമ്മ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നാളെ സാരിയാണ് ഉടുക്കുന്നത്. കോളേജിലേക്ക് ഇതുവരെ കോളേജിലേക്കല്ല, ഞാൻ അങ്ങനെ പുറത്ത് ഒരു ഫംഗ്ഷനും സാരിയും ഒന്നും ഉടുത്ത് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയായിരിക്കും അത് ഉണ്ടാവാമെന്ന്. കാരണം മാനേജ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഓൾറെഡി ഞാൻ സാരി ഉടുക്കുമെന്ന് പറഞ്ഞു പോയി. ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് ഇനി മാറ്റി പറഞ്ഞാൽ അവളും സാരി ഓൾറെഡി എടുക്കുകയും ചെയ്തു. ഇനി അവളോട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ ഇന്നലെ ചേച്ചി വന്ന് എനിക്ക് പ്രീ പ്ലീറ്റ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ അത് ഉടുത്താൽ മാത്രം മതി. നാളെ അമ്മേനായിട്ടൊരു യുദ്ധമായിരിക്കും ഇവിടെ. എന്നാലും അമ്മ ഉടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളേക്ക് വേണ്ട ആക്സസറീസൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ.
മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫേസ് പാക്ക് ഇടാം. അതിന് മുന്നേ നമുക്ക് ഫേസിലൊരു ഓയിൽ തേക്കണം. കാരണം എൻ്റെ ഫേസ് ഫുള്ള് ഇപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. നന്നായിട്ട് ബ്രേക്കപ്പ്സൊക്കെ വന്ന് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നാൽപ്പാമരാതി ഓയിലാണ് യൂസ് ചെയ്യണത്. കാരണം നന്നായിട്ട് ടാൻ റിമൂവ് കുറച്ചും കൂടി സ്കിന്ന് നമുക്ക് ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും നൈറ്റ് സ്കിൻ കെയറിൽ നാൽപ്പാമരാതി ഓയിലും കൂടി യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് സാധാ നമ്മളുടെ കടലമാവ് യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാറാണ് പതിവ്. സോ നമുക്ക് ഫേസ് പാക്കും ഉണ്ടാക്കാം, ഓയിലും തേക്കാം. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മളുടെ മുൾട്ടാനി മിൽറ്റിയാണ്. മുൾട്ടാനി മിൽറ്റിയും അതിലേക്ക് കുറച്ച് റൈസ് ഫ്ലോറും കൂടി ചേർത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊരു സ്ക്രബും ആവും നമ്മുടെ ഫേസിന്. നമ്മുടെ ഫേസൊക്കെ കഴുകിയിട്ടുണ്ട്. കുറച്ച് ഡൾനെസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫേസിലെ. ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. കുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ വിൽവയുടെ മിൽക്ക് ഡ്രോപ്സറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിനിടയിൽ കുറച്ച് നാൾ യൂസ് ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇതൊന്ന് അബ്സോർബ് ആവാനായിട്ട് ടൈം കൊടുക്കുക, കുറച്ച് നേരം. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ കഴിക്കും. ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഇനി ഫുഡ് കഴിക്കാൻ പോയിട്ട്, ശരിക്കും ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാറ്. പക്ഷേ മീൻ മറക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നാമത് സ്കിൻ കെയർ ചെയ്ത് വെക്കാം. നമുക്ക് ലാസ്റ്റ് കിടക്കാൻ നേരത്തെ ലിപ് ബാം ഇട്ട് കൊടുത്താൽ മതി. ഇന്നായില്ല വറുത്തതായിരുന്നു ചോറിന്. ചോറൊക്കെ കഴിച്ചു. ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. കാലത്തൊട്ട് നല്ല ഹാപ്പി ആയിരുന്നു. പൂക്കളിടലും ഫ്രഷേഴ്സ് ഡേയും പാർട്ടി DJ അങ്ങനത്തെ എല്ലാം നല്ല രസമായിരുന്നു. ഇപ്പോൾ 9:45 ആയിട്ടുണ്ട്. നമുക്ക് 10 മണിക്ക് കിടന്നാൽ നാളെ കാലത്ത് ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ സാരി കൊടുക്കാനായിട്ട് കുറച്ച് ടൈം വേണം. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. സോ ബൈ.